കഴിഞ്ഞ ദിവസം നമ്മുടെ സർവാദരണീയനായ രാജ്യസഭാ മെമ്പർ വടകരയിൽ ചെന്ന് പ്രസംഗിച്ചു. ഈ കേരളത്തിലൊരു വലിയ രാഷ്ട്രീയ വിഷജന്തുവാണ് ഷാഫി പറമ്പിൽ. ഇയാൾ RSSകാരുമായിട്ട് ഒത്തീർപ്പിലാണ് പാലക്കാട്ട് ജയിച്ചത്. നമുക്കറിയാമല്ലോ, RSSകാർ BJPക്കാരെ അവർക്ക് നിർത്താവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് പാലക്കാട്ട് ഇദ്ദേഹത്തിനെതിരെ മത്സരിപ്പിച്ചത്. എന്നിട്ട് ഷാഫിയാണ് ജയിച്ചത്. അതുകൊണ്ട് തീരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ആരോപണമായിട്ട് വന്നിട്ടില്ല. പിന്നെ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഷാഫി ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഷയത്തിൽ ഷാഫിക്ക് ഒരു അഭിപ്രായമില്ല. പാലസ്തീൻ പ്രശ്നത്തിൽ ഷാഫി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നൊക്കെ ബഹുമാനപ്പെട്ട നേതാവ് ചോദിച്ചു. നേതാവിന് അങ്ങനെ പലതും ചോദിക്കാം. അദ്ദേഹം വെറും എ അല്ല, ഡബിൾ എ ആണ്. അപ്പോൾ ഡബിൾ എ പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ വിഷമാണ് ഷാഫി എന്നാണ്. ഈ വിഷമാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇദ്ദേഹത്തിന് വേറൊരു പേടിയും കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഷാഫി എങ്ങാനും ജയിച്ച് ലോക്സഭയിൽ വരികയും തെറ്റില്ലാത്ത ഇംഗ്ലീഷ് പ്രസംഗിക്കുകയും ചെയ്താൽ, ഇന്ത്യ ഈസ് എ ലാർജ് കൺട്രി, ഇന്ത്യ ഈസ് എ ലോങ് കൺട്രി, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ കൺട്രീസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഗംഭീര പ്രസംഗം ഉണ്ടല്ലോ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ബട്ട് ഓൺലി നോട്ട് ഓൾസോ, അതൊക്കെ പറഞ്ഞ ആളുകൾ പിന്നെയും പരിഹസിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടി ആയിരിക്കാം പുള്ളി ഇങ്ങനൊരു പ്രസംഗം നടത്തിയത്. പിന്നെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാമെന്ന് പറഞ്ഞ പോലെ ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കാൻ വേണ്ടി വേറൊരു മുസ്ലിമിനെ ഇറക്കിയത് CPMൻ്റെ ഒരു തന്ത്രമാകാൻ സാധ്യതയുള്ളൂ. ഇതൊക്കെ പോട്ടേന്ന് വയ്ക്കാം. പ്രമുഖ ചരിത്രകാരനായ ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ പ്രധാന ഭാരവാഹിയും കൂടിയായിട്ടിരിക്കുന്ന ഡോക്ടർ KN ഗണേഷ് എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്. ഇടതുപക്ഷക്കാരനാണ്, CPMകാരനാണ്. CPM എപ്പോൾ അധികാരത്തിൽ വന്നാലും എന്തെങ്കിലും ചക്കത്തുണ്ടൊക്കെ നക്കാൻ ചെല്ലുന്ന ആളാണ്. അദ്ദേഹം സൈദ്ധാന്തിക തലത്തിൽ ഈ ഷാഫി പറമ്പിലിൻ്റെ വർഗീയതയെ വിമർശിച്ചുകൊണ്ടൊരു വലിയ സാഹിത്യം രചിച്ചിട്ടുണ്ട്. അത് വായിക്കേണ്ട ഒരു കൃതിയാണ്. അദ്ദേഹം 1972 തലശ്ശേരി കലാപം മുതൽക്ക് ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാദാപുരത്തെ മാർക്സിസ്റ്റ് ലീഗ് സംഘടനകൾ, തലശ്ശേരി കലാപം, അങ്ങനെ പല കാര്യങ്ങളും സ്പർശിച്ചുകൊണ്ട് ഈ വർഗീയത എന്ന് പറയുന്നത് വടകര തലശ്ശേരി മേഖലയിൽ എന്താണ് അന്തർലീനമായിട്ടുള്ള ഒന്നാണെന്നും മുസ്ലിം ലീഗുകാരെ മുഴുവൻ വർഗീയവാദികളാണെന്നും ഷാഫി പറമ്പിൽ തന്നെ SDP-യുടെ പിന്തുണയുള്ള ഒരു മുസ്ലിമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് ഈ മാന്യദേഹം ചരിത്ര വിശകലനം നടത്തിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ഡബിൾ എ റഹീമൊക്കെ ചെയ്യുന്ന തോന്നിവാസം നമുക്ക് സഹിക്കാവുന്നുള്ളൂ. ഇതുപോലുള്ള സൈദ്ധാന്തികന്മാരും ഈ സ്യൂഡോ മാർക്സിസ്റ്റുകാരും ചെയ്യുന്ന അതിക്രമം, അവർ ചെയ്യുന്ന ദ്രോഹം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. ഇവരെയൊക്കെ പണ്ട് പത്രാധിപർ സുകുമാരൻ പറഞ്ഞ പോലെ വലം ചെയ്യേണ്ടവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ജൂൺ 4 തീയതി കഴിയുമ്പോൾ തലശ്ശേരിയിൽ വടകരയിൽ ഇതിനേക്കാളും വലിയ പ്രതിഷേധം നടക്കും. അതെന്ന് അറിയാമോ? ജൂൺ 4 തീയതി വോട്ടെണ്ണുന്ന ദിവസമാണ്. വോട്ടെണ്ണി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഷാഫി പറമ്പിൽ ഒരു 1.5 ലക്ഷം വോട്ടിനെങ്കിലും ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ ജനകീയ സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നാട്ടുകാർക്കെതിരായിട്ടൊരു പ്രതിഷേധം ഉണ്ടാവുമല്ലോ. ആ പ്രതിഷേധം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് നടത്തും, അല്ലെങ്കിൽ നടത്തേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെയുള്ള ഉടായിപ്പുകൾ കൊണ്ടൊന്നും ഒരു പാർട്ടിയും രക്ഷപ്പെടുകയില്ല. എന്തുകൊണ്ടാണ് ഈ ഷാഫി പറമ്പിലിനെ ഇങ്ങനെ ഒറ്റതിരിച്ച് ആക്രമിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കേരളത്തിൽ വേറെ എത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ചു? ഇല്ലേ? ഇടതുപക്ഷത്തു നിന്ന് 20 പേർ മത്സരിച്ചു, UDFൽ നിന്നും 20 പേർ മത്സരിച്ചു, ഷാഫിയെ കൂടാതെ 19 പേർ. BJP BDJS സഖ്യത്തിൽ നിന്നും 20 പേർ മത്സരിച്ചു. 16 പേർ BJPക്കാർ, 4 പേർ BDJSകാർ. എന്തുകൊണ്ടാണ് ആരെയും ആക്രമിക്കാതെ ഷാഫിയെ മാത്രം ഒറ്റതിരിച്ച് ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്നാണ്. ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യുവ നേതാവാണ്. അപ്പോൾ ഇവൻ്റെ ഭാവി നശിപ്പിക്കണം. ഇയാൾ ഒരു വർഗീയവാദിയാണ്, ഇയാൾ പാകിസ്ഥാൻ ചിന്താഗതിക്കാരനാണ്, ഇയാൾ മുസ്ലിം ലീഗിന് കപ്പം കൊടുത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം മതമൗലികവാദിയോ തീവ്രവാദിയോ കുളരുതാത്തവനോ ആണ് എന്ന് മുദ്രയടിച്ച് ചാപ്പ കുത്തി ഇവൻ്റെ ജീവിതം, രാഷ്ട്രീയ ജീവിതം കോഞ്ഞാട്ടയാക്കണം. ഷാഫിയുടെ പേരിൽ എന്തെങ്കിലും പെണ്ണ് കേസ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് സാധിക്കാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചാപ്പ കുത്തി അയാളെ നശിപ്പിക്കാൻ നോക്കുന്നത്. ഇതല്ലാതെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാത്രം ഒറ്റതിരിച്ച് ആക്രമിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. സത്യത്തിൽ ഇത് മാത്രമാകാനാണ് സാധ്യത. അപ്പോൾ ഏതെങ്കിലും ഒരുത്തം നന്നായി വന്നു കണ്ടാൽ അവൻ്റെ കുറയ്ക്കൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക, അല്ലെങ്കിൽ 51 വെട്ടോ 52 വെട്ടോ വെട്ടി ഇല്ലാതാക്കുക. അതുമല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മുദ്ര അടിക്കുക, ചാപ്പ കുത്തി അവനെ നശിപ്പിക്കുക. ഈ പരിപാടിക്കാണ് നമ്മളിവിടെ മാർക്സിസം ലെനിനിസം അല്ലെങ്കിൽ അമ്മോശരിസം മരുമോനിസം എന്ന് പറയും. മാത്രമല്ല, ഒരു ചെറുപ്പക്കാരൻ മലബാറിൽ നിന്ന് പൊങ്ങി വരുന്നത് മരുമോൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷകരമായി ഭവിക്കും എന്നുകൂടി വിചാരിച്ചിട്ടായിരിക്കാം. ഏതായാലും അമ്മോശനും മരുമോനും നീണാൾ വാഴുക, ഡബിൾ എ റഹീമിനെ പോലുള്ള 7 കൂലികളും നീണാൾ വാഴുക.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.